സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വന്നുപോയി. അതായത് നോക്കാൻ പറ്റില്ല, ഇങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കരുത്. ആ തന്തനോളം തള്ളനോട് എനിക്ക് പറയാനുള്ള നിങ്ങളൊരു ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ തുടച്ച് കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ സേഫ്റ്റി കാര്യങ്ങളുണ്ട്, അത് യൂസ് ചെയ്തുകൊണ്ട് നോക്കാൻ പറ്റില്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ആ കുട്ടിനെ റോഡ് സൈഡിൽ നിന്ന് കിട്ടിക്കുന്നത്, റോഡിന്റെ സെന്ററിൽ നിന്ന്. മനസ്സിലാക്കണം. ഒരു കണ്ടന്റ് എടുത്തുകൊണ്ട് ആളെ വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ പത്രം വായിച്ചുകൊണ്ട് വേറെ മണ്ണരിക്കുണ്ടായിരുന്നല്ലോ അവിടെ. ഊസുറുമുണ്ടാണ് നായ്ക്കളെ ഉള്ളത് പറയാം. ഞാൻ തെറി വിളിക്കേണ്ട ചിക്കാണ്, പരമാവധി വിളിക്കേണ്ട ചിക്കാണ്, അറിയാനിട്ടല്ല. പക്ഷെ അത്രയും സങ്കടം തോന്നുക. അന്തണ്ടോ? ഞാൻ കുട്ടിക്ക് എന്തെങ്കിലും നിർഭാഗ്യവശാൽ അത് വേറെ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നെഞ്ഞിലെന്ന് വിളിച്ചു എന്റെ കുട്ടി പോയി പറഞ്ഞാണ്ട് തല അടിച്ചോണ്ട് പൊള്ളിക്കാൻ വേണ്ടി. ഇവിടെ കുറെ ഞാൻ ടെക്സ്റ്റൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ കുറെ വരും, കുറെ കുഞ്ഞാള്. അതായത് കുട്ടിന്റെ കാലിന് ഷൂ ഉണ്ടാവും, ഇങ്ങോട്ട് നിറച്ചണ്ട് വിടും. ഇറ്റങ്ങൾ വണ്ടി കഴിഞ്ഞിട്ട് ബുക്കും, പല്ല് പൊട്ടും, തല പൊട്ടും, കൈ പൊട്ടും. ഇങ്ങോട്ട് കടന്നു വിളിച്ചു എന്റെ കുട്ടിക്ക് അത് പറ്റി, എന്റെ കുട്ടിക്ക് ഇത് പറ്റി. നമ്മളതിന് മുമ്പേ വാണിംഗ് കൊടുക്കും, താത്ത അങ്ങനെ ആവില്ല കേട്ടോ, കുട്ടിന്റെ കാലിന്റെ അടിയത്തെ ഷൂവിന്റെ ഗ്രിപ്പ് ഉണ്ടാവില്ല, നമ്മളെ ടൈലും ഇവരെ ഷൂവും നമ്മൾ സിങ്ക് ആവില്ല, എന്തായാലും ബുക്കും കൺഫേമാ. വീണ് കഴിഞ്ഞാൽ പല്ലോ ചീരെ പൊട്ടും. ഇങ്ങോട്ട് കടന്നു വിളിച്ചു. അന്തെന്ന് പറഞ്ഞ സാധനം ഇല്ല. തലച്ചോറ് തീട്ടാണോ തിന്നണേ 3 നേരം ചോദിക്കാണ്. കാരണം ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇപ്പോഴത്തെ തലമുറയോട് ആരോടല്ല എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. കുട്ടികളെ നോക്കാൻ പറ്റൂലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത്, തുടച്ച് കളഞ്ഞലേണ്ടി. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം അന്തല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കണ്ട. ഒരു സുഖത്തിന് വേണ്ടിയിട്ട് വെറുതെ വേറൊരു ജീവൻ വെച്ചിട്ട് കളിക്കരുത്, പ്ലീസ്, റിക്വസ്റ്റ് ആണ്.